അതൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. ഈ ഒരു സ്ഥലം മാത്രമേ ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ളൂ, ബാക്കിയുള്ള സ്ഥലമെല്ലാം സുഖമായിട്ട് പോണയാണ്. എന്തായാലും നമ്മളെ ലിപ്പും കൊണ്ടേ പോവാട്ടോ. ഇടിച്ചു ഗൈസ്. സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എഗെയിൻ വെൽക്കം ബാക്ക് ടു സ്റ്റുവേർഡ് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് 1 മാസമായിട്ടുണ്ട് ഗൈസ് നമ്മൾ ഈ സ്ഥലത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം ഒരു വീടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ വണ്ടി ഓടിച്ചാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയ ഓട്ടം കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന തടി വണ്ടി ഉണ്ടല്ലോ ഗൈസ്, ഈ കാണുന്ന തടി വണ്ടി നമുക്ക് ഒരു ഫാക്ടറിയിൽ കൊണ്ടെത്തിക്കണം ഗൈസ്. അത് ഇച്ചിരി പ്രശ്നമുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മളറിയാമല്ലോ, നമ്മൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഡ്രൈവർ ആയതുകൊണ്ട് നമുക്ക് ഇമാതിരി പണിയൊക്കെ നമ്മളെ ഇവരെ ഏൽപ്പിക്കത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളെ കിട്ടിയിട്ടുള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മളെ ടാറ്റ പ്രൈം ഇല്ലേ ഗൈസ്, അതുപോലത്തെ ഒരു വണ്ടിയാണ്. ഇതിന്റെ പേര് എനിക്കറിയത്തില്ല, ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളവർ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ ഈ സാധനത്തിനാണ്, ഇത് ഫുൾ ലോഡാട്ടോ, ഇത് അത്യാവശ്യം നല്ല ഹെവി ലോഡാണ് വണ്ടിക്ക്. പിന്നെ ഇത്രയും ടയർ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല, അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഇറക്കമുള്ള സ്ഥലമാണ്. നമ്മളെ വണ്ടിയിൽ അത്യാവശ്യം ഹെവി ലോഡാണ് കണ്ടോ, ബാക്ക് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. വണ്ടിയുടെ ടയറൊക്കെ കണ്ടോ, നമ്മളെ നിലത്താണെങ്കിൽ പതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിയും കൊണ്ടായിരിക്കും നമ്മൾ എടുക്കാൻ പോകണം. അപ്പോൾ ഈ ബാക്കിലത്തെ വണ്ടി വേറൊരു ഡ്രൈവറിൻ്റെ വണ്ടിയാണ്, പുള്ളിക്കാരൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും വെളുപ്പാങ്കാലം രാവിലെ ആയിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഓട്ടത്തിന് പോകേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവാ ഗൈസ്. എന്തായാലും രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ പറഞ്ഞ സമയത്തിന് നമുക്ക് സാധനം എത്തിക്കണം. നമ്മൾ കൃത്യനിഷ്ഠയുള്ള ആളാണ് കേട്ടോ, നമ്മൾ ആൾക്കാരെ അങ്ങനെ പറഞ്ഞു പറ്റിക്കത്തൊന്നുമില്ല. നമുക്ക് കറക്റ്റ് സമയത്ത് വണ്ടി എത്തിക്കാനുള്ളതാണ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ, നമുക്ക് അധികം നേരം ലേറ്റ് ആക്കണ്ട. നമുക്ക് സമയത്തിന് തടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങാട്ടോ, മറ്റേ വണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. അയ്യോ, എന്താ വണ്ടി വരാത്ത ഗൈസ്? ഇവിടെ അത്യാവശ്യം നല്ല ചെളിയുണ്ട് കേട്ടോ, നമ്മൾ നോക്കി പോയില്ലെങ്കിൽ നമ്മൾ ആ കുഴിക്കകത്ത് കിടക്കും. ആ സാധനത്തിന് നല്ല ആഴമുള്ളതാണ് കണ്ടാ, നമ്മളെ വണ്ടി വലിക്കുന്നുണ്ടാ ഗൈസ്. നമ്മളെ ടയറിനെ അങ്ങ് താനെ എടുത്തുകൊണ്ട് പോവാ. അത് ഈ സംഭവം ഈ കുളത്തിനുണ്ടല്ലോ ഗൈസ്, നല്ല ആഴമാണ്. ഇതൊരു ഒൽക്കാന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ, ഒൽക്കാന പോലത്തെ ഒരു സംഭവമാണ്. അത് നല്ല ആഴമുണ്ട് ആ സാധനത്തിന്. കാണുമ്പോൾ ഒരു കുളം പോലെ ഇരിക്കും കണ്ടാ, പച്ച കളർ കണ്ടോ, നല്ല ആഴമുള്ളതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. ഇവിടെ വണ്ടി ഇപ്പം മറിയും കേട്ടോ, എൻ്റെ പൊന്നോ ഗൈസ്. ഒരു അടിപൊളി ഇറക്കമാണ് കേട്ടോ ഇവിടെ. നമ്മളെ വണ്ടി ഇറങ്ങുമില്ലെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ഡിഫറൻഷ്യൽ എല്ലാം ഒന്ന് ഓണാക്കി ഇടാട്ടോ, കാരണം എല്ലാ സേഫ്റ്റി ഫീച്ചറും വെച്ച് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഇറങ്ങുമെന്ന് അറിയത്തില്ല ഗൈസ്, എനിക്ക് ഒരു ഉറപ്പുമില്ല ഇത് താഴെ എത്തുമെന്ന്. നമുക്ക് നോക്കട്ടോ, ഞാൻ പതിയെ എന്തായാലും ബ്രേക്കും നമ്മൾ ഗിയർ ഒക്കെ താങ്ങി ഇറക്കുവാണ്. എത്തിയാൽ മതിയായിരുന്നു ഒരു കുഴപ്പമില്ലാണ്ട്. ആ പോട്ടെ 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 പോട്ടെ. ഇത്രയും ടയർ ഉള്ളതുകൊണ്ട് ഇച്ചിരി ഗ്രിപ്പൊക്കെ ഉണ്ട്, വേറെ സീനൊന്നുമില്ല. നമ്മൾ ഗൈസ് ചവിട്ടി പിടിച്ച് വെച്ചേക്കണില്ല, പതിയെ പതിയെ ബ്രേക്ക് അപ്ലൈ ചെയ്താണ് കേട്ടോ പോണേ. അപ്പോഴത്തേക്കും ചെറിയൊരു പിടുത്തത്തിൽ അങ്ങ് ഇറങ്ങിക്കോളും. അങ്ങനെ പതിയെ പതിയെ ഉരുണ്ടുരുണ്ട് പോകുന്നുണ്ട്. നോക്കട്ടെ, അതൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. ഈ ഒരു സ്ഥലം മാത്രമേ ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ളൂ, ബാക്കിയുള്ള സ്ഥലമെല്ലാം സുഖമായിട്ട് പോണയാണ്. പോട്ടെ 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 ആളിയാ. ലിപ്പ് ഇടിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും ഇടിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഉറപ്പല്ലേ, 100% ഇടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ആ കല്ലിൻ്റെ പുറത്ത് കയറ്റി ഇറക്കിയാലോ, അപ്പോൾ ഇടിക്കും. എന്തായാലും ഇടിക്കും അവിടെ, എന്തായാലും ഇടിക്കും, എന്തായാലും ഇടിക്കും. എന്തായാലും നമ്മളെ ലിപ്പും കൊണ്ടേ പോകും കേട്ടോ. ഇടിച്ചു ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടോ. ആ ഇടിച്ച് 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 പറഞ്ഞിട്ട് കാര്യമില്ല മച്ചാനെ, വേറെ വഴി. ഓക്കെ, ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ലിപ്പ് ഇടിക്കാണ്ട് എടുക്കാൻ പറ്റും നോക്കട്ടെ. എങ്ങനെ പോയാലും ഇടിക്കും കേട്ടോ. സോ സ്റ്റിയറിങ് നടന്നു നോക്കിയേ ഗൈസ്. ലിപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. വാടാ കൂട്ടാ അത്രേ ഉള്ളൂ. നമ്മളെ ബമ്പർ ഉള്ളതുകൊണ്ട് വണ്ടിക്കൊന്നും വലുതായിട്ട് പറ്റാത്തതുകൊണ്ട് കയറി ഇങ്ങ് വന്നിട്ടുണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ. കയറി വാടാ. ഒന്ന് പതിയെ റിവേഴ്സ് എടുക്കാം കേട്ടോ ഗൈസ്. ഡിഫറൻഷ്യൽ ഇട്ടോണ്ട് വണ്ടി ഇരുന്ന് പോയി വാട്ടാ. എനിക്ക് തോന്നുന്നത് ബ്രേക്സ് ആണെന്ന് തോന്നിരുന്ന് പോയിന്നേ. കയറി വാടാ. ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ. നമ്മൾ സേഫ് ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലൈറ്റും അതുപോലെ ബമ്പറും പോയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല.
ഓഫ് ഇപ്പോഴും ചെറുതായിട്ട് തട്ടി കേട്ടാ ഗൈസ്, നോക്കിക്കൊണ്ടുവല്ലേ പണിയാവും കേട്ടോ. സോ നമുക്ക് പതിയെ പോവാം. വണ്ടി ഇന്റീരിയറൊക്കെ ഇട്ട് ഓടിച്ചു പോട്ടാ. വണ്ടിക്ക് നല്ല കുലുക്കമുണ്ട്, കാരണം ബാക്കിൽ അമ്മാതിരി ലോഡാണ് ഗൈസ് നമ്മൾ കൊണ്ടുപോകുന്നത്. അങ്ങോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമുള്ള ഏരിയ ആണ്. അങ്ങോട്ട് ഇനി പാറകളുടെ എണ്ണം കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പിലുള്ള റോഡാണ് വരാൻ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ലടേ. വരുന്ന നോക്കിയേ, വരുന്നതാണ് നല്ല രസമുണ്ട് കേട്ടാ. ഒരു ലൈറ്റ് പോയാലെന്താ? ലൈറ്റ് കത്തിക്കാട്ടോ ഗൈസ്, നമുക്ക് ലൈറ്റിന്റെ ആവശ്യമുണ്ട്. ലൈറ്റ് കത്തത്തില്ല, ലൈറ്റ് അടിച്ചു പോയി തോന്നുന്നുണ്ട് കേട്ടാ. അമ്മേ ലെറ്റ്സ് ഗോ. മൊത്തം നിഴല് വീണ് കിടക്കുകയാണ് ഗൈസ്. നമ്മളിനി റോഡ് കാണുന്നവരെ നമുക്ക് ഇങ്ങനെ വേണം പോവാൻ. സെക്കൻഡ് ഇടണോ? സെക്കൻഡ് ഇടേണ്ട ആവശ്യമുണ്ടോ? എഞ്ചിനൊക്കെ താനെ റേസ് ആവുന്നതാ ഗൈസ്. ഒരു സെക്കൻഡ്, ഞാൻ ഡിഫറൻഷ്യലിട്ട് അധികം നേരം ഓടിക്കണ്ട. ഡിഫറൻഷ്യലിട്ട് ഓടിക്കണോണ്ടാണ് തോന്നി പ്രശ്നം പറഞ്ഞത് കേട്ടോ. നമുക്ക് ഡിഫറൻഷ്യലിന്റെ ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ഇട്ടാൽ മതി. വണ്ടിക്കാണ് അത് പ്രശ്നമാവണേ. ഓക്കെ, ഓ എടാ നല്ലൊരു വളമായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പെട്ടെന്ന് കൊണ്ട് കറക്കിയെടുത്ത്. പോരട്ടെ പോരട്ടെ പോരട്ടെ. ലെറ്റ്സ് ഗോ. സീനില്ല കേട്ടോ. അയ്യോ എന്ത് സാധനമാടാ ഇത്. ഇടയ്ക്ക് തേരി ഉണ്ടെങ്കിൽ പണി പാളിയാട്ടാ ഗൈസ്. എഞ്ചിനൊക്കെ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. താനെ റേസ് ആവുന്ന എഞ്ചിൻ. ഞാൻ ആക്സിലേറ്റർ കൊടുക്കാണ്ട് തന്നെ സംഭവം റേസ് ആവുന്നുണ്ട്. അതിൻ്റെ ക്ലച്ച്. ഓക്കെ, ഫസ്റ്റ് ഗിയറിൽ തന്നെ പോണായിരിക്കും കേട്ടോ നല്ലത്. ഡിഫറൻഷ്യൽ വേണം ഇവിടെ. ലെറ്റ്സ് ഗോ. പോട്ടെ 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 പോട്ടെ. എടാ ഞാനൊന്നും ചെയ്യുന്നില്ലടാ, താനെ റേസ് ആവുന്നടാ ഇത്. എന്നിട്ട് ക്ലച്ച് കരിയുന്നത് എൻ്റെ അടുത്ത് പറയുന്നത്. സത്യമായിട്ട് കഴിച്ച് ഞാൻ ക്ലച്ച് ഔട്ടുന്നേ ഇല്ല. ഓ ഇവിടെ എന്തോ തിട്ടയുണ്ട് കേട്ടോ. ഈ റോഡ് എടുക്കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ. ഇത് ഇച്ചിരി നല്ല റിസ്ക് ആട്ടോ. വാടാ, കയറി വാ കയറി വാ കയറി വാ കയറി വാ. നമുക്ക് ഫസ്റ്റ് ഗിയറിൽ പോണ എന്നാ നല്ലത്. ബാക്കിയുള്ള ഗിയർ ഡിഫറൻഷ്യൽ ഇടാൻ പാടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ക്ലച്ച് കരിഞ്ഞ് നാറുന്നേ. വാടാ കുട്ടാ വാടാ കുട്ടാ. ഓ ലെറ്റ്സ് ഗോ. ഇത്രേ ഓടിയ കേട്ടോ. ഓടിയത്തില്ല ഓടിയത്തില്ല. റിവേഴ്സ് എടുക്കണം. ഒടിഞ്ഞ് കയറത്തില്ല കേട്ടോ അത്. അല്ലെങ്കിൽ വരട്ടെ ബ്രോ വരട്ടെ ബ്രോ. വരട്ടെ 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 വരട്ടെ. എവിടെ പോകുന്നടാ കാട്ടിനകത്ത്? ഓ എടാ പയ്യോടാ എടാ പയ്യോടാ. നല്ല ഇറക്കം തോന്നുന്നുണ്ട് കേട്ടോ. ഇത് എത്രാമത്തെ ലിപ്പാടേ? ഓ ഇത് ഇങ്ങനെയാട്ടോ. ഇന്ന് കുറെ ലിപ്പ് പോകും. എൻ്റെ കുറെ പൈസ പോകും കേട്ടോ. മിക്കവാറും ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ തന്നെ നല്ല പൈസയാവും. എന്തിറക്കൂടെ ഇത്? പതിയവാ പതിയവാ. എന്താണ് മച്ചാനെ ഇത്രയും നല്ല ചെളിയാട്ടോ ഗൈസ്. ചെളിയാണ്, അതാണ് പ്രശ്നം. നല്ല ചെളിയുണ്ട് ഇവിടെ. ഇതേതോ മഴക്കാടാണ് കേട്ടോ. മൊത്തം മഴയാണ്. പോട്ടെ 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 പോട്ടെ. എന്താടാ വണ്ടിക്ക് ഇങ്ങനെ സൗണ്ട് പറഞ്ഞേ ഗൈസ്? ഗിയർ മാറാൻ ഞാൻ ഗിയർ മാറിയിട്ട് മാറുന്നില്ല. എനിക്ക് തോന്നാ വണ്ടിയുടെ ക്ലച്ച് കംപ്ലൈന്റ് ആയെന്ന് തോന്നുന്നു. നമ്മൾ ഇതുവഴി ഓടിച്ചിട്ട് ഗിയർ മാറുന്നില്ല കേട്ടോ വണ്ടിയുടെ. ഓടാ ലെറ്റ്സ് ഗോ ബ്രോ. വരട്ടെ 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 വരട്ടെ.
അധിക നേരം നമുക്ക് സമയം കളയാനില്ല മച്ചാനെ, പെട്ടെന്ന് വാ. അത്രേ ഉള്ളൂ. ഇത്രയും റിസ്ക് പിടിച്ച റോഡിൽ കൂടെ ഞാൻ എടാ ഈ ഗ്ലാസ് എടാ കണ്ണാടി പൊട്ടിയത് മൊത്തം പണിയാണല്ലോ ഗൈസ്. അവിടെ തട്ടാനൊന്നും ഇല്ല, പിന്നെ എന്താ തട്ടിയത്? തട്ടിയിട്ടില്ല കണ്ടോ. ഇനി എന്റെ കണ്ണിന്റെ പ്രശ്നമാണോ ഗൈസ്? വണ്ടി എന്തായാലും നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഗൈസ് ഇത്രയും പ്രശ്നമുള്ള റോഡാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നമ്മളെ വണ്ടി എന്തായാലും ഇവിടെ കൊണ്ടുവരില്ലായിരുന്നു കേട്ടാ. അമ്മാതിരി സ്ഥലമാണ് ഗൈസ്. അങ്ങനെ ഒരു കണക്കിന് നമ്മള് അത്യാവശ്യം നല്ലൊരു റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. പക്ഷെ നമ്മളെ വണ്ടിയുടെ അവസ്ഥ നോക്കിയാൽ നിങ്ങള് മൊത്തം പോയിട്ടുണ്ട് കേട്ടാ. ഈ കണ്ടീഷനിൽ നമുക്ക് വണ്ടി റോഡിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത എവിടെയെങ്കിലും ഒരു നല്ല റോഡ് കണ്ടാൽ മതിയായിരുന്നു പറയും. എനിക്കിപ്പോ അത്രേ ഉള്ളൂ. വണ്ടി മൊത്തത്തിൽ പോയിട്ടുണ്ട് കേട്ടാ. എടാ 4th ഗിയറിലാണ് നമ്മൾ പോണത് ഇപ്പോ. ഇവിടെ എവിടെയാണ് നമ്മൾ പറഞ്ഞ ഫാക്ടറി കേട്ടോ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാമായിരുന്നു. വണ്ടി നല്ല പോലെ ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ ഡാമേജ് ആയിട്ടുണ്ട്. വലിക്കുന്നില്ലടേ ഇപ്പോ. ഇതാണ്ടൊരു പാലം കാണുന്നുണ്ട്. ഇവിടെ എവിടെയാണ് കേട്ടോ സംഭവം. അടിപൊളി വ്യൂ ഒക്കെ തന്നെ. പക്ഷെ നമ്മളെ വണ്ടി കണ്ടോ, നമ്മളെ വണ്ടി മൊത്തത്തിൽ പോയി ഗൈസ്. ഇനി മൊത്തം പണിയേണ്ടി വരും. ഇത് മൊത്തം പോയിട്ടുണ്ട്. ഒന്നും ബാക്കിയില്ല ഗൈസ്, ഒന്നും ബാക്കിയില്ല. ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു കേട്ടാ. യെസ് ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഫാക്ടറി അങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇതാ അവിടെ പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. സംഭവം എടുക്കുന്ന ആൾക്കാർ ഇതുവരെ എത്തിയിട്ടില്ല. ഇത് ഈ പുല്ലിന്റെ അകത്തൂടെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും അല്ലേ വണ്ടി. ഇവിടെയാണ് സംഭവം കൊണ്ടിടാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആളെ ഒന്നും കാണാനില്ല. പക്ഷെ ഗൈസ് വണ്ടിയുടെ കണ്ടീഷൻ ഇനി വേണം നമുക്ക് നോക്കാൻ. ഇതാണ് ആ തീപ്പെട്ടി കമ്പനി ഗൈസ്. ഇവിടെ എന്തൊക്കെയാണ് ആ വണ്ടിക്ക് പറ്റിയേ? നമുക്ക് മൊത്തത്തിലൊന്ന് ഇറങ്ങി ചെക്ക് ചെയ്യണം കേട്ടോ. വണ്ടിയുടെ അവസ്ഥ നോക്കട്ടെ ഗൈസ്. വണ്ടി മൊത്തത്തിൽ പണി പാളിയിട്ടുണ്ട്. ഫ്രണ്ട് ടയറിനൊന്നും എടാ ടയർ പഞ്ചറായി കേട്ടാ ഗൈസ്. നമ്മളെ റൈറ്റ് സൈഡ് ടയർ പഞ്ചറായിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് കണ്ണാടി മൊത്തത്തിൽ മാറേണ്ടി വരും. ഇവിടെ കണ്ണാടി പോയിട്ടുണ്ട്. അതുപോലെ ബമ്പർ അറിയാലോ, ബമ്പർ നമ്മളെ ഇറങ്ങിയപ്പോൾ തന്നെ പണി പാളി കേട്ടാടേ. പെട്രോൾ ടാങ്കൊക്കെ സേഫാണ്. വേറെ സീനൊന്നും ഞാനിവിടെ കാണുന്നില്ല. ഓക്കെ ഗൈസ്, അത്യാവശ്യം ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വണ്ടി വീണ്ടും നമുക്ക് ഇറക്കാൻ പറ്റും. ഗൈസ് ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതുതായിട്ടൊന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും പറഞ്ഞായിരിക്കും. നമുക്കപ്പോൾ പിന്നെ ഒരു ദിവസം കാണാം ഗൈസ്. ബൈ ബൈ.